കേരളത്തിൻ്റെ ഒരു നിലവിലെ സാഹചര്യം, അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ എനർജി സഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്തും നമുക്ക് വേണമെങ്കിൽ കാശുണ്ടായിക്കൂടെ? പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അത് കൂടാതെ ഈ ടൂറിസത്തിൽ ഇപ്പോഴും നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. വി ഡി സതീശൻ സർക്കാർ ഇനി എത്രത്തോളം അതിൽ ഇറങ്ങുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന് വലിയ സ്കോപ്പാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ്സ് ആണ് ഹെൽത്ത് കെയർ. നമ്മൾ ഹെൽത്ത് കെയറിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ വിദേശത്തു നിന്ന് 4 സ്ഥാപനങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ ബഹളമാണ്. ഡോക്ടർമാർ പോലും നിലവിളിയാണ്. ഡോക്ടർമാർ നിലവിളി, നഴ്സുമാർ, എനിക്കറിയത്തില്ല, പ്രസിഡന്റൊക്കെയാണ് നിലവിളിക്കേണ്ടത്. സത്യത്തിൽ ഇങ്ങോട്ട് വലിയ ഹോസ്പിറ്റൽ ചെയിനുകൾ വരുന്നതും വലിയ PE കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നത് നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണം. അപ്പം ഇവിടെ സാധാരണക്കാരന് ചികിത്സ അപ്രാപ്യമാകുമെന്ന് സാധാരണക്കാരൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ വന്നു. ബ്ലാക്ക് സ്റ്റോൺ വരുന്നതിന് മുന്നേ ഒരു ചികിത്സ, ഒരു സർജറിക്ക് ഒരു 50,000 രൂപയായിരുന്നു എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ വന്നതിന് ശേഷം അത് 1 ലക്ഷമാണ്. അപ്പോൾ അത് ബ്ലാക്ക് സ്റ്റോൺ കാരണമല്ലേ കൂടിയത്? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്? ഇതെങ്ങനെയാണ് പ്രവീൺ പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഓക്കെ, ഇതാണ് ചോദ്യം. ഓക്കെ, ഈ PE കമ്പനികൾ ബേസിക്കലി, അതായത് തൃശ്ശൂരിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് ചോദിക്കുന്ന പ്രൈവറ്റ് ഇക്വിറ്റീസ് കമ്പനികളാണ് PE കമ്പനികൾ. PE ഉണ്ട്, VC ഉണ്ട്. VC എന്ന് പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അതായത് ഇനിഷ്യലി നിങ്ങളൊരു പുതിയ സാധനം തുടങ്ങുമ്പോഴാണ് VC വരുന്നത്. PE കമ്പനികൾ വരുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു കമ്പനിയിലേക്കാണ് PE കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ്, ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാക്കിയൊരു ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. 10-30 കൊല്ലമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സോ അവരതിനെ കാണുന്നത് ഒരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഇനിയും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ ഈ ഡാറ്റയൊക്കെ ഉണ്ട്. 2, കേരളം ഏറ്റവും കൂടുതൽ ഏജിങ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ്. 3, കേരളത്തിന് ഗൾഫുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് ഒരുപാട്, അതായത് ഹെൽത്ത് കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ ഒരുപാടുള്ള, സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ്. അതിന് പറ്റിയ രോഗങ്ങളുമുണ്ട്. പിന്നെ 4, ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്, 4 എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വിദേശത്തു നിന്ന് ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും സാധ്യതകളെ കണ്ടിട്ടാണ് ഈ PE കമ്പനികൾ ബേബി മെമ്മോറിയൽ പോലത്തെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഉടനെ ഈ രോഗികളിൽ നിന്ന് പിഴിഞ്ഞ കാശുണ്ടാക്കി, ലാഭം ഉണ്ടാക്കി, അതായത് നിങ്ങൾ 100 രൂപയുടെ മരുന്ന് 150 രൂപയ്ക്ക് വിറ്റ് ആ 50 രൂപ ലാഭം എടുത്തിട്ടല്ല ഇവർ പൈസ ഉണ്ടാക്കുന്നത്. ഇവർ വരുമ്പം ഇതിനൊരു 500 കോടി രൂപ വാല്യുവേഷൻ കണ്ടു എന്ന് വയ്ക്കുക. ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ വാല്യുവേഷൻ ഒരു 2,500 കോടി രൂപ ആക്കുക എന്നുള്ളതാണ്. വാല്യുവേഷൻ എങ്ങനെയാണ് കൂട്ടുന്നത്? വാല്യുവേഷൻ കൂട്ടണം, ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടണം. പ്രോഫിറ്റ് മാർജിൻ സാധാരണ ബേബി മെമ്മോറിയലിൻ്റെ നിലവിലത്തെ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ കൂടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വലിയ കമ്പനികൾ, ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ കമ്പനികൾ ഇതുപോലത്തെ കുറേ ഹോസ്പിറ്റലുകൾ മേടിക്കും. പിന്നെ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് മേടിക്കുന്നത് ഇത്രയും ഹോസ്പിറ്റൽ ചെയിന് വേണ്ടിയിട്ടാണ്. അപ്പം കൺസ്യൂമബിൾസ്, പിന്നെ ഗ്ലൗസ് മുതൽ മരുന്ന് മുതൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മേടിക്കുന്നെല്ലാം ബൾക്ക് പർച്ചേസാണ്. ബൾക്ക് പർച്ചേസ് വരുമ്പോഴത്തേനും പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു CT സ്കാനർ നിങ്ങളൊരു സാധാരണ ഒരു ലാബുകാരൻ മേടിക്കുന്നതിൻ്റെ ഒരു 30% കുറവായിരിക്കും ഇവർ മേടിക്കുമ്പോൾ. ബിക്കോസ് ഇവരൊരു 15 മേടിക്കുമ്പോൾ പല സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ പർച്ചേസിങ് കോസ്റ്റിൽ തന്നെ വലിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഇത് വന്നു, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ തന്നെ പിന്നെ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യും. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആവും. അതായത് സ്റ്റാഫ് യൂട്ടിലൈസേഷനൊക്കെ എഫിഷ്യൻ്റ് ആക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയുള്ള നമ്മുടെ അമ്മച്ചിയുടെ മോന്, മറിച്ചവന് കുറേ ബന്ധുക്കളും എല്ലായിട്ട് ഇങ്ങനെ ഒരു ഓളത്തിനങ്ങ് പോവായിരിക്കും. മനസ്സിലായി? മിക്ക ഹോസ്പിറ്റലിൽ കുറേ പേരുടെ തൊഴിൽ പ്രൊഫഷണലാവും. തൊഴിൽ പോകാൻ പണി ചെയ്യാൻ അറിയാത്തവൻ പോകേണ്ടി വരും. അപ്പോൾ യെസ്, അപ്പോൾ അവിടെ മാനേജ്മെൻറ്റായിട്ട് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വരുന്നു. അപ്പോൾ 2, ഇതിലൂടെയെല്ലാം ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉയർത്തുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് മാർജിൻ വരുമല്ലോ. സാധാരണ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് വലിയ ഹോസ്പിറ്റൽ ചെയിൻ, അപ്പോളോ പോലത്തെ ഹോസ്പിറ്റൽ ചെയിൻ്റെ ഒക്കെ ഒരു മാർജിൻ 25 to 30%. ഇറ്റ്സ് നോട്ട് ടു ബിഗ്. അതായത് ആൾക്കാർ പറയുന്ന പോലെ 200 ഇരട്ടി 300 ഇരട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത്. അങ്ങനെയൊന്നും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാപിറ്റൽ എക്സ്പെൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി നോട്ട് ഈസി. ഒരുപാട് എക്സ്പെൻസ് ഡെയിലി, പിന്നെ പ്രൊഫഷണൽ എക്സ്പെൻസ്, നല്ല ഡോക്ടേഴ്സിന് നല്ല കാശ് കൊടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസ് ഉള്ളൊരു മേഖലയാണ്. അപ്പം ഈ ഒരു പ്രൊഫഷണൽ വേ ഓഫ് മാനേജ്മെൻറ്റിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 25 to 30 ഒക്കെ ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പല കാത്തലിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളുടെയൊക്കെ മാർജിൻ 5-6%. ഇത് ഞാൻ നുണ പറയുന്നില്ല, നിങ്ങൾക്ക് ആരും ചോദിച്ചാൽ മനസ്സിലാവും.
ആൾക്കാരുടെ വിചാരം ഇവരെല്ലാം ഇങ്ങനെ കൊള്ളയെടുക്കുകയെന്ന്. ദാറ്റ്സ് ആക്ച്വലി അബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഹോസ്പിറ്റൽസിന് നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. മിക്ക ഹോസ്പിറ്റലും നഷ്ടത്തിലാണ്. 2-3%, 4% പിന്നെ അറ്റപ്പറ്റയാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണോ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, പുതിയ എക്യുപ്മെൻറ്റ് മേടിക്കണോ ഒന്നും കാശില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ഥാപനങ്ങൾ. അതേസമയം ഇവർ ഇതുപോലെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കൂടി ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ മാറ്റിയിട്ടൊരു 5-10 കൊല്ലം കഴിയുമ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. ബ്ലാക്ക് സ്റ്റോൺ ഈ പകുതി ഷെയർ വിറ്റിട്ടോ അല്ലെങ്കിൽ മുഴുവൻ ഷെയർ വിറ്റിട്ടോ അവർ 500 കോടി മേടിച്ച സാധനം 2500 കോടി രൂപ വാല്യുവേഷൻ ആക്കിയിട്ട് അവർ എക്സിറ്റ് ആവും. അപ്പം ഇതിൻ്റെ വാല്യുവേഷനാണ് ഇവർ കൂട്ടുന്നത്. പ്രോഫിറ്റ് നോർമലി കൂടും, ബട്ട് നോട്ട് ഫ്രം യുവർ, അതായത് നിങ്ങളുടെ 100 രൂപയുടെ മരം 150 രൂപയ്ക്ക് മേടിച്ചിട്ടല്ല ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവർ വരുമ്പം ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഏറ്റവും കാശുണ്ടാക്കാവുന്ന സെക്ഷൻസ് നോക്കും. ഇപ്പോൾ റോബോട്ടിക് സർജറി, പ്ലാസ്റ്റിക് സർജറീസ്, കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ വളരെ പൈസ വരുന്ന മേഖലയിലായിരിക്കും അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വളരെ പ്രീമിയം കസ്റ്റമേഴ്സ് വരും, പ്രീമിയം ബിസിനസ് നടക്കും. ഇതങ്ങനെ ക്വാളിറ്റി കെയർ വരും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് വരും. ദാറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ കേരള. കേരളത്തിലെ ഹെൽത്ത് സെക്ടറിൽ ഇപ്പം നിങ്ങൾ നേഴ്സുമാർക്ക് ശമ്പളം ഇല്ല എന്ന് പറയുന്നു. അവിടുത്തെ നേഴ്സുമാർക്ക് നല്ല ശമ്പളം കിട്ടും, അവിടെ ഡോക്ടർമാർക്ക് നല്ല ശമ്പളം കിട്ടും. ഇതാണ് നമുക്ക് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെയുള്ള മൊത്തത്തിലുള്ള ആളുകളുടെ എല്ലാ തൊഴിലിലും ശമ്പളം. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയ ഹോസ്പിറ്റൽ ചെയിനുകൾക്ക് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വലിയ നെഗോഷിയേഷൻ പവർ ഉണ്ട്. അപ്പോൾ അവർ വലിയ ഇൻഷുറൻസ് കമ്പനികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരും. ഗവൺമെൻറ്റിനും ഇതിൻ്റെ ഭാഗമാകാം വേണമെങ്കിൽ. ഞാൻ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവരായിട്ടൊക്കെ ടൈപ്പ് ആവാം. ഇനി സാധാരണ രോഗികൾക്ക് ചികിത്സാ ചെലവ് കൂടാതിരിക്കണം എന്ത് ചെയ്യണം? നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറേ കൂടെ എഫിഷ്യൻ്റ് ആക്കുക. അതേപോലെ സാധാരണ ക്ലിനിക്കുകളുണ്ടല്ലോ, ചെറിയ ക്ലിനിക്കുകൾ. ചെറിയ ക്ലിനിക്കുകളുടെ ഇപ്പോൾ കുറേ അവരുടെ ലൈസൻസ് റിക്വയർമെൻ്റ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. കുറേ പ്രശ്നങ്ങളുണ്ട്. ആ റെഗുലേഷൻസൊക്കെ അവരുമായിട്ട് സർക്കാർ സംസാരിച്ച് അതിനകത്ത് കുറേ ഇളവുകളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പനിയും ജലദോഷം തുമ്മൽ ഇങ്ങനത്തെ ഡേ ടു ഡേ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഡയാലിസിസ് ചെയ്യാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള രോഗികൾക്ക്, ഡെയിലി കെയർ വേണ്ട ആളുകൾക്ക്, ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറേ കൂടെ വളരെ അഫോർഡബിൾ റേറ്റിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പൈസ കൊടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് ലോകത്തിലേറ്റവും ഇപ്പം പിണറായി വിജയന് നമ്മുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അമേരിക്കയിൽ പോയിട്ട് ഏതാശുപത്രിയാണ് മേയോ ക്ലിനിക്കിൽ ചികിത്സിച്ചത്. അതിന് പകരം ഇവിടെ കേരളത്തിൽ തന്നെ ബേബി മെമ്മോറിയൽ ഇതേ ചികിത്സ കിട്ടുമെങ്കിൽ നമ്മുടെ ടാക്സ് പേഴ്സിൻ്റെ പൈസ ലാഭമായില്ലേ? ഓക്കെ. അപ്പോൾ പ്രവീൺ പറഞ്ഞു വരുന്നത് നിലവിൽ ആ ഒരു വർധനവുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പേ മോർ ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ദ പ്രീമിയം സർവീസ്. ഓക്കെ. നമ്മൾ ആസ്റ്ററിലെ ഉദാഹരണം എടുത്താൽ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ആ വർധനവ് അതങ്ങനെ കാലാകാലം അങ്ങനെ വർധനമായിട്ട് നിൽക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതോ അത് കുറെ കഴിയുമ്പോൾ അഫോർഡബിൾ ആവുന്ന നിലയിലേക്ക് മാറും? നമ്മുടെ അതോ അതാണോ ആക്ച്വൽ പ്രൈസ്? അങ്ങനെ അതായത് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും കോസ്റ്റ്ലിയാണ്. ഇറ്റ്സ് നോട്ട് എ ചീപ്പ് തിങ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രീമിയം ക്ലാസ്സിന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. നമ്മൾ ജലദോഷത്തിനും തുമ്മലിനും സൂപ്പർ സ്പെഷ്യാലിറ്റി പോയില്ലല്ലോ. പക്ഷേ സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീമിയം എന്നുള്ളതല്ല. അവിടെ എല്ലാ വലിയ അവിടെ ഡിസീസസിനെയാണ് അവിടെ ക്ലാസിഫൈ. അല്ല, അത് തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി, അതുപോലെ ടെർഷറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പറയുന്ന സൂപ്പർ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലുകളെല്ലാം പ്രീമിയം ആണ്. കാരണം അവിടെ VIP ബെഡുകൾ, VIP റൂമുകൾ, പ്രീമിയം സർവീസ്, സ്പെഷ്യൽ കെയർ, ഇതിനൊക്കെ ഭയങ്കര പൈസ മേടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനം വേണ്ടേ ഇവിടെ? വേണ്ടേ? അത് സാധാരണക്കാരന് ചികിത്സയ്ക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. താഴെ ടയറിലുള്ള സാധനം അത് ടയർ 2ലും ടയർ 3ലും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ പറഞ്ഞ പോലെ റെഗുലേഷൻസ് കുറയ്ക്കുക, കുറേ കൂടി ഈസി ആക്കുക. നഴ്സിംഗ് ഹോമുകൾക്ക് കളക്റ്റീവായിട്ട് ഇപ്പോൾ ഇവർക്ക് വലിയ ഹോസ്പിറ്റൽ ചെയിനുകളിലുള്ള ബാർഗെയിനിങ് പവർ പോലെ കുറേ നഴ്സിംഗ് ഹോമുകൾക്ക് ചേർന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ ചേർന്നുകൊണ്ട് അവർക്കൊരു ഗ്രൂപ്പ് പോലെ ആക്കിയിട്ട് അവർക്കും ഈ പറഞ്ഞ എക്യുപ്മെൻറ്റുകൾ വാങ്ങിക്കാം. അതുപോലെ സ്വകാര്യ ലാബുകൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇതുമായിട്ട് വേറൊരു കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ആ ഒരു സാധനം വന്നപ്പോൾ അത് കുറേ കൺഫ്യൂഷൻ കട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ Tier 2 ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ Tier 3 ടെർഷറി എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അത് ഹെൽത്ത് കെയറിൻ്റെ ആ ഡിസീസ് സിവിയറിറ്റിയും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ പറയുക. ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയും ചുമയും, ചെറിയ മുട്ടും തട്ടും, അങ്ങനെ വാക്സിനേഷൻസ്, ഇതൊക്കെയാണ് അവിടെ. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ബെഡ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ടെർഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ കെയർ അല്ലെങ്കിൽ വല്ല ട്രാൻസ്പ്ലാന്റ് സർജറീസ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ടെർഷറി.
ഇപ്പം നമ്മൾ ഈ പറയുന്ന ബ്ലാക്ക് സ്റ്റോണും ഇവരൊക്കെ ചെയ്യുന്നത് ഇതിലെ തന്നെ ഈ ടേർഷറി കെയർ കൊടുക്കുന്നതിൽ തന്നെ പ്രീമിയം കെയർ കൊടുക്കുന്ന സ്ഥലം, അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ ഇപ്പോഴത്തെ പരാതി, അവർ നേരത്തെ ഒരു തുമ്മലുണ്ടാവുമ്പോൾ ഈ പറയുന്ന സ്ഥലത്താണ് ആദ്യം പോയിരുന്നത്. അവരാണെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുകയായിരുന്നു, അവർ പിടിയായിരുന്നു. അപ്പൊ ഇവരിപ്പോ ചെയ്യുന്നത് ഇവരെ ഫ്രീ ആക്കി വിടുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇത് കാശുള്ളവർക്കാണ്, അവിടെ അവർ പൊക്കോളും. ഇൻഷുറൻസ് കാശുള്ളവർ. അപ്പൊ അത് ക്ലിയർ ആണ്. അപ്പൊ ഇനി ഈ Tier 2-ലും Tier 1-ലൊക്കെ സംഗതി ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് പ്രോപ്പർ ആവണം, അപ്പൊ തന്നെ ഈ ഹെൽത്ത് കെയർ കുറയില്ലേ? സർക്കാരിന്റെ ഹെൽത്ത് കെയർ പോളിസിയിൽ അടിമുടി മാറ്റം വരുത്തണം. അപ്പൊ ഒരു കാര്യം, ഒറ്റ ചോദ്യം കൂടി. അപ്പോ ഈ ജനങ്ങളുടെ പരാതി ഒരു റോങ് പരാതിയല്ലേ? അതായത് ചെലവ് വർദ്ധിക്കുന്നു. ഇവിടെ ശരിക്കും പരാതി എന്താണ് വേണ്ടത്? ഞങ്ങൾ ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നു, അത് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം, ഇതല്ല ശരിക്കും അതാണ് വരേണ്ടത്. യെസ്. അപ്പോൾ ആ നിലയിലേക്ക് ചർച്ച പോകും. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറയ്ക്കണം. അതാണ്. അല്ലാതെ നിങ്ങൾക്ക് സർജറിക്ക് 1 ലക്ഷം രൂപ അവർ മേടിക്കുന്ന നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ പരാതി പോലും മര്യാദയ്ക്ക് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതല്ലെങ്കിൽ അത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ആൾക്കാരെല്ലാം ഈ വൈകാരികമായിട്ട് ആളുകളെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്നു. ഇനി നിങ്ങൾക്ക് ഇപ്പം എൻ്റെ അച്ഛനമ്മ ഇനി ഏത് ഹോസ്പിറ്റലിൽ പോകും? ഞാൻ ചോദിച്ചു അതിന് എവിടെ ഇത്ര നാളും പോയിക്കൊണ്ടിരുന്നത്? ആസ്റ്ററിലായിരുന്നു. അല്ല, ഞാനിവിടെ ലൂർദിൽ. അപ്പം പിന്നെ അവിടെ പോകും, അവിടെ അവർ വന്നിട്ടില്ലല്ലോ. അതെ. അപ്പം വെറുതെ ഭയപ്പെടുത്തുക ഇങ്ങനത്തെ ഒരു സംഭവം ആണ്. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ്, ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ്. അതിന് കളക്ടർ ബ്രോ അതിനെക്കുറിച്ചൊരു സംഗതി പറയുകയൊക്കെ ചെയ്തു. ഇവിടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹെൽത്ത് കെയർ ഗവൺമെൻറ്റിൻ്റെ ചെറിയ ചെറിയ ഡിസ്പെൻസറികൾ, ഇപ്പം നമ്മൾ പറയുന്ന പോലെ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലുകളൊക്കെ ഇവർക്ക് കുറെ കൂടെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ടൂള് കൊണ്ടുവരികയും അവിടെ ഒരു പ്രൊഫഷണൽ ഇത് കൊണ്ടുവരികയും ചെയ്ത് വെയിറ്റിംഗ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആരിഫിന് ഡോക്ടറിനെ കാണണം, ആരിഫിന് ചുമ വന്നു, ആരിഫിനെ ഒരു ഹോട്ട് ലൈൻ നമ്പറിൽ വിളിക്കുകയാണ്. അപ്പം ആരിഫിൻ്റെ ചുറ്റുമുള്ള സർക്കാർ ഡിസ്പെൻസറികളിൽ എവിടെയാണ് അവൈലബിൾ ഇത് കിട്ടുന്നത് ബുക്ക് ചെയ്യണം, അവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. പ്രവീണ്, ഇത് ശക്തിപ്പെട്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഇതിൽ അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി കാനഡയിൽ നിന്നും UK എന്നൊക്കെ ആളുകൾ ഇവിടെ വരും. അങ്ങനെ വരും. കാരണം അവിടെ വെയിറ്റിംഗ് 2 മാസം 6 മാസമൊക്കെയാണ്. നമ്മളൊരു സുഹൃത്ത് ഇപ്പം എന്നാണ് പറയുന്നത്, എന്തോ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം വെയിറ്റിംഗ്, പല്ലുവേനെടുത്ത് പൊളയാണ്, അതിനൊരു ഫ്ലൈറ്റ് പിടിച്ചിങ്ങി വരും. അപ്പോൾ പുള്ളി എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്തിട്ട് പോയി. ഇതാണ് സംഗതി. അപ്പോൾ ഇത് അവിടുത്തെ നാഷണൽസിൻ്റെ അവസ്ഥ തന്നെ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവിടെ വന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അതിലെ തമാശ, അയാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ചിലവും എല്ലാം കഴിച്ചിട്ട് അവിടുത്തെ ചിലവിൻ്റെ പകുതിയേ വരുന്നുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹെൽത്ത് കെയർ നശിച്ചു എന്ന് പറയുന്നത് ഈ പറയുന്ന ചില കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് മിസ്മാനേജ്മെൻറ്റുമാണ് കാരണം. മിസ്മാനേജ്മെൻറ്റാണ്. ഈ പ്രീമിയം ഹെൽത്ത് കെയർ വളരുമ്പോൾ അവിടെ നിന്ന് സർക്കാരിന് വലിയൊരു വരുമാനം കിട്ടും. അതിനെ ഇവിടെ സബ്സിഡൈസ്, ഇവിടെ ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് കൊടുത്താൽ മതി, ഡൈവേർട്ട് ചെയ്താൽ മതി. പ്രീമിയം ഹെൽത്ത് കെയർ ഒബ്വിയസ്ലി അവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഇൻഷുറൻസും അത് പേ ചെയ്യാൻ പറ്റുന്നവരാണ് അത് ചെയ്യുന്നത്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പോരെ. അതെന്തിനാ തടയുന്നത്? നീ ഇവിടെ വന്ന് ചികിത്സിക്കാൻ പറ്റില്ല, ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊള്ളാന്ന് പറഞ്ഞാൽ നടക്കുമോ? അവർ നോക്കുന്നത് അത് ഇവിടെ ബിൽഡ് ചെയ്യാന്നാണ്. ആ ലെവലൊരു, കാരണം ഇവിടെ ഒന്ന് നല്ല ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കിട്ടാനുണ്ട് ഇഷ്ടം പോലെ. നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. സോ ദേ ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഗൾഫ്, യൂറോപ്പ്, അമേരിക്കൻ എല്ലാ കണക്ഷനും, 4 എയർപോർട്ട്, ഇതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യില്ല. നമ്മൾ എയർ ആംബുലൻസും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് ഇതിനെ തഴച്ച് വളരാൻ വിടുക. നമ്മൾ Tier 2-ലും Tier 1-ലും Tier 3-ലും ഫോക്കസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇത് കേൾക്കുന്ന ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ഇത് കാര്യമായിട്ട് എടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ്ങിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കാറില്ല. ഇവിടെ എല്ലാവരും വില കൂടുന്നു, കാശ് പറയും. കാശ് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ല, അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങളത് ഇൻഷുറൻസിൽ നിന്ന് പേ ചെയ്യുന്ന നിലയിലേക്ക് കൊണ്ടുവരണം. ഇൻഷുറൻസ് സെക്ടർ ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അത് ഇൻഷുറൻസ് കമ്പനീനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇൻഷുറൻസ് കമ്പനി അല്ലേ, TP ആണ്. ഈ ക്ലെയിം അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ TPA, തേർഡ് പാർട്ടി അഡ്ജുഡിക്കേഷനാണ് അവർ ചെയ്യുന്നത്. അത് വേറൊരു ഏജൻസിയാണ്. ഇപ്പം നിങ്ങൾ ICICI പ്രൊഡൻഷ്യലിൻ്റെ ഇൻഷുറൻസ് എടുത്താൽ TPA വേറെ കമ്പനി ആയിരിക്കും. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലെയിം റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി. അത് ഇൻഷുറൻസ് കമ്പനി വേറെ, TPA വേറെ. ഈ TPA ആണ് നമ്മുടെ. അതേസമയം നിങ്ങൾ കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തേ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ റിജക്ഷൻ വളരെ കുറവാണ്. മെജോറിറ്റി ഓഫ് ദം വിൽ ഗെറ്റ് പാസ്ഡ്. TPAയുടെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ TPA
എന്നെ ഒരാൾ, ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അപ്പോൾ എന്നെ ഒരാൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ. അവർ പറഞ്ഞു ഗവൺമെൻറ് ഓൾറെഡി ഈ TPA ശരിയാക്കാനുള്ള പ്രോസസ്സിലാണ്. കാരണം TPA ആണ് ഇവിടുത്തെ ഈ ക്ലെയിം റിജക്ഷൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല, അല്ല അവർ ട്രസ്റ്റ് ഇല്ല. TPAക്ക് ഹോസ്പിറ്റലുമായിട്ട് ട്രസ്റ്റ് ഇല്ല. കാരണം ഹോസ്പിറ്റൽ ചെയിൻ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസുകാരുമായിട്ടാണ്. TPA ഇതിനകത്തൊന്നും ഇല്ലാത്ത വേറൊരുത്തനാണ്. നിങ്ങൾ ക്ലെയിമൊക്കെ സെറ്റിൽ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ നമ്മുടെ ഈ മറ്റേ ബാങ്കിൽ നിന്ന് ഗുണ്ടകളെ ഏൽപ്പിക്കുന്നില്ല ലോൺ എടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ അതൊരു പ്രൊഫഷണൽ അപ്രോച്ചിലേക്ക് അതിനെ TPA ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർലി റെഗുലേറ്റ് ചെയ്യുകയും അവർക്കിങ്ങനെ ക്ലെയിം റിജക്ഷൻസ്, അൺനെസസറി ആയിട്ടുള്ള ക്ലെയിം റിജക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊരു നല്ലൊരു പോളിസി, ഒരു എന്താ പറയുക, നമ്മൾ പല ഡോക്യുമെന്റ്സും കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊന്ന് ഇത് നമ്മൾ കാര്യമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിപ്പോൾ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു വശം ക്ലിക്ക് ആവണത്. എല്ലാത്തിനും ഉണ്ടല്ലോ അങ്ങനെ ക്ലിക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥ. ഇത് പല ആളുകൾക്കും അറിയില്ല. ഇപ്പം നമ്മളുടെ ഇടയിൽ തന്നെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഇടയിലും നമ്മളുടെ സംസാരിക്കുന്ന പല ഡോക്ടർമാർ പോലും എല്ലാവരും ഇത് പാനിക്ഡ് ആണ്. അത് ഇവിടെ വരുമോ ബ്ലാക്ക് വെല്, ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ബ്ലാക്ക് സ്റ്റോൺ വന്ന് മുട്ടി വാതിലിൽ മുട്ടുന്നു. നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ മേടിക്കാൻ പോവാ, ഇനി തൊട്ട് നീ പനി വന്നാൽ 10 ലക്ഷം രൂപ. അയ്യോ, ഇങ്ങനത്തെ പേടിപ്പീരാണ്. അല്ല, ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് സ്റ്റോൺ അങ്ങനെ അവിടെ ഒരു പ്രീമിയം സർവീസ് അവിടെ പോകുമ്പോൾ ഒരുമാതിരിപ്പെട്ട അങ്ങനത്തെ ചികിത്സ തേടുന്ന ആളുകളൊക്കെ അവിടേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഈ Tier 2 ഹോസ്പിറ്റൽസ്, ഇപ്പോൾ അല്ലാതെയുള്ള ഇതിലേക്ക് വരാത്ത ഹോസ്പിറ്റൽസ്, ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റൽസ്, അങ്ങനത്തെ പല സാധനങ്ങൾ, അവർക്ക് കുറേയും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കുറേയും കൂടി നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. രോഗികളുടെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. രോഗികളുടെ തിരക്ക് കുറയ്ക്കുക, സർവീസ് മെച്ചപ്പെടുത്തുക, ഹോസ്പിറ്റലിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക. ഇത് എല്ലാം കൂടെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ഹോസ്പിറ്റലിൽ മാക്സിമം രോഗികളെ എടുക്കാൻ നോക്കും. അപ്പോൾ അതൊരു ബിസിനസ്സായി മാറും. ഇപ്പോൾ നമ്മുടെ ആബി ഫിലിപ്പ് ചെയ്ത പോലെ മഞ്ഞപ്പിത്തത്തിന് 200 രൂപ തരേണ്ട കേസ് ഹോസ്പിറ്റലിന് 7000 രൂപ ബില്ലടിച്ച് കൊടുക്കും. കാരണം അവൻ ആ ഒരു മാസം ഓപ്പറേഷണൽ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല പേഷ്യൻസിനെ വെച്ചിട്ട്. അപ്പോൾ എവിടെയാണ് ഇവൻ്റെ പൈസ ചോരുന്നതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് രോഗികളിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു തുക ഔട്ട് പേഷ്യൻറ്റ് മേടിക്കാൻ പറ്റും. 200 രൂപ 300 രൂപയ്ക്ക് അല്ലേ ഒരു വിസിറ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഫീസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ആൾക്കാർ 80% ആൾക്കാർക്കും ഡെയിലി ഡിസീസസ് ആയിരിക്കും, പനി, ചുമ, അങ്ങനത്തെ കാര്യങ്ങൾ. 20% ആൾക്കാർക്കാണ് ഇൻപേഷ്യൻ്റ് ആവേണ്ട കേസ് വരുന്നത്. അവിടെ അതിനകത്ത് തന്നെ ഒരു 10% ആൾക്കാർക്കാണ് സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. സോ ഇറ്റ്സ് അവിടെ നിന്നാണ് ശരിക്കും ഇൻകം ഉള്ളത്. മറ്റേത് വെറുതെ തിരക്ക്, ഷോപ്പിംഗ് മാളിൽ പോകുന്നിടത്ത് തിരക്കാണ്. അപ്പോൾ ആ ആൾക്കാരിൽ നിന്ന് ഈ സർജറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ ഇവർ ആ ആൾക്കാരിൽ നിന്ന് പിഴിയാൻ നോക്കും. ഇതിൽ ആബി ഡോക്ടറുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്. ആബി പറയും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമല്ലോ ഓരോന്ന്, ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. ആണോ? 200 രൂപ കൺസൾട്ടേഷൻ കൊടുത്തു. 500 രൂപ കൺസൾട്ട്. ഡോക്ടറെ വീഡിയോയിലൊക്കെ കണ്ട് നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ ഞാൻ ഇത്ര പെഗ്ഗാണ് കള്ളു പിടിക്കുന്നത്, അത് 2 ആക്കണോ 3 ആക്കണോ ഇത് ചോദിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന്. ശരിക്കും ഭയങ്കര മോശമാണ്. അവരൊരു വിലപ്പെട്ട രോഗിയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഈ ചോദ്യം ചോദിക്കാനാണ് ആൾ വരുന്നത്. അപ്പോൾ ശരിക്കും എന്നിട്ട് ഇത് പെട്ടെന്ന് ഇറങ്ങി പോകില്ലല്ലോ. ഒരു 10-20 മിനിറ്റ് അവിടെ പോവാണ്, ഡോക്ടറിനോട് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. പല ആള് അഭിയാകെ ഫ്രസ്ട്രേറ്റഡ് ആവും ഇത് കാണുമ്പോൾ. ആളുകൾക്ക് ഈ സീരിയസ്നെസ് കിട്ടുന്നില്ല, ഇതിൻ്റെ ആ ഒരു വാല്യൂ അവർക്ക് കിട്ടുന്നില്ല. അതാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു 2000 രൂപയൊക്കെ കൺസൾട്ടേഷൻ ഫീ. കാരണം ഞങ്ങൾ ഹോമിയോ ഡോക്ടർമാരെ അത് വാങ്ങിച്ചിരുന്ന 2000-3000 ഒക്കെ കൺസൾട്ടേഷൻ. വലിയ ഹോമിയോ ഡോക്ടർമാർ അങ്ങനെയാണല്ലോ വാങ്ങല്. നിങ്ങൾ പക്ഷെ കുടുംബചരിത്രം മുഴുവൻ കേൾക്കില്ലേ? എങ്ങനെ? അതെ, കേൾക്കാലോ. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഡിവോഴ്സിന് പരിഹാരം. 2000-3000 കൺസൾട്ടേഷൻ ഫീ വാങ്ങിച്ചിട്ട് ഒരു കുടുംബചരിത്രം ഇനിയിപ്പോൾ ലേശം കേട്ടാ എന്താ? ഇതല്ലേ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ. പിന്നെ അതേപോലെ വേറെ ഉണ്ട്. പണ്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, അവരെ ആർക്കോ ക്യാൻസറാണ്. അപ്പോൾ ഹോമിയോയിൽ ക്യാൻസർ മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, അങ്ങനെയാണല്ലോ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇവരേതോ ഒരു കീമോ ചെയ്യണം, റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ ആകെ ജഗപൊകയാണ്, ചിലവ്, അത് വലിയ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ മരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എടുത്ത വഴിക്ക് ഇതിൻ്റെ ചിലവാണ് അറിയേണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാലും എത്ര ആവും ഇതിനൊരു ചിലവ് എന്ന് ചോദിച്ചു. 1 മാസത്തെ മരുന്നിന് അന്ന് ഞാൻ ഇനിയിപ്പോൾ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, 1 മാസത്തെ മരുന്ന് ഒരു 600-700 രൂപ. 700 രൂപ. ഇതെന്താ ക്യാൻസർ?
അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ അശ്വന്ത് ഗോക്ക് തെറി പറഞ്ഞല്ലോ, നിനക്ക് ഒരു 10 ലക്ഷം പറയാൻ പറ്റില്ല, എന്നെ നാറ്റിക്കാതെ. അവർ ആ 500-600 ഞാൻ അവർക്ക് വിഷമമുണ്ടായിട്ട് പറഞ്ഞ അവർ പോയിട്ട് കീമോ ചെയ്ത് അത് തന്നെ അവർ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, വേറെ കാര്യം. പക്ഷെ ഇത് കേരളത്തിൽ ഇങ്ങനെ ഈ സെയിം സാധനം ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മിനിമം കൺസൾട്ടേഷൻ ഫീയും അവർ ഒരു ഇതിൽ പോകും. പിന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ പാക്കേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് 19,000 രൂപ മാസം അടിച്ചു മാറ്റും. ഇതാണ് അവിടെ കാണുന്നത്. ഈ മെട്രോ സിറ്റീസിലൊക്കെ അതാണ് ചെയ്യുന്നത്, ഹോമിയോ ആണെങ്കിൽ പോലും. കേരളത്തിലേ ഉള്ളൂ ഇത് ഇങ്ങനെയൊക്കെ. കേരളത്തിൽ ഇത് ചീപ്പ് ആവുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആവുക എന്നുള്ളൊരു അങ്ങനെ ഒരു സാധനമുണ്ട്. നല്ല സർവീസിന് നല്ല പൈസ കൊടുക്കണം വരും. അങ്ങനെ ഒരു സാധനം വരണം, അത് അഫോർഡബിൾ എല്ലാവർക്കും അഫോർഡബിൾ ആവണം, അല്ലെ എല്ലാവർക്കും അത് അപ്രോച്ചബിൾ ആവണം, എല്ലാവർക്കും അത് കിട്ടണം. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ല നമ്മളിത് വരരുത്, ഇവിടെ നല്ല സംഭവങ്ങൾ വരരുത് എന്നല്ല പറയേണ്ടത്. നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് ഇതിലാണ് അതിനെ. എങ്ങനെ നമുക്കും കൂടെ അത് ചെയ്യാൻ പറ്റും, നമുക്കും കൂടെ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഈ ബ്ലാക്ക് സ്റ്റോണിന്റെ വരവിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇവിടുത്തെ ആർക്കുമില്ല, പത്രമാധ്യമങ്ങൾക്കില്ല. ചുമ്മാ ഭീതി വ്യാപാരം. ആരും ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പോളിസി മേക്കിംഗ് ഡൊമൈനിൽ ആരും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ട് പോലുമില്ല. എല്ലാം ഇവിടെ വിഴുങ്ങുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഈവൻ മന്ത്രിസഭയിലുള്ള ആളുകൾ പോലും അത് തന്നെ വിഴുങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം മുരളീധരൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ സ്വറ, യെസ്, ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. ഓരോന്നോരോന്നായിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അത് പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ചോദ്യങ്ങൾ മീൻസ് നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇന്ന് അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ ബൈ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്.